സോ വെൽക്കം ബാക്ക് ടു റീൽസ് ആൻഡ് വീൽസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒബൻറോർ ഇവോയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ പറവൂരുള്ള ഒബൻറോറിൻ്റെ ഷോറൂമിലാണ്. ഈ വണ്ടീനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഷിബിനുണ്ട്, എൻ്റെ ഫ്രണ്ട് ഷിബിനുണ്ട്. ഷിബിനോട് നമുക്ക് ചോദിക്കാം. ഹലോ, എൻ്റെ പേര് ഷിബിൻ. ഞാൻ ആലപ്പുഴ ഒബൻ ഇലക്ട്രിക്കിൻ്റെ സെയിൽസ് സ്റ്റാഫാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റോർ ഇവോയെ പറ്റിയാണ്. ഇവോ നമ്മൾ ഇലക്ട്രിക് ബൈക്കുകളിൽ ഇപ്പം നമ്മൾ ഒബൻ്റെ പുതിയ വേരിയൻ്റാണ്. അത് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 3.4 kV ബാറ്ററിയും 9 kV മോട്ടറുമായിട്ടാണ് ഇവോ നമുക്കിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വണ്ടി ചെയിൻ ഡ്രൈവാണ്. പിന്നെ നമുക്കിതിനകത്ത് പ്രധാനമായിട്ടും റിവേഴ്സ് മോഡുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്കിതിന് 3 മോഡാണ്. എക്കോ സിറ്റി, ഹവോക്ക് എന്ന് പറഞ്ഞ 3 മോഡാണ് നമുക്ക് ഈ വണ്ടിക്കുള്ളത്. നമ്മുടെ വണ്ടിയുടെ ആക്ച്വൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 147 147 എന്തുകൊണ്ടും ഈ വണ്ടി വെർത്താണ്. ഞാനങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വണ്ടി സിംഗിൾ ചാർജിന് നമ്മളൊരു സ്മാർട്ട് പാക്ക് കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്മാർട്ട് പാക്ക് അടക്കം നമുക്ക് ഏകദേശം 150 റേഞ്ച് നമ്മുടെ വണ്ടി, നമ്മുടെ IDC പറയുന്നത് 180 അപ്പോൾ 150 നമുക്ക് റിയൽ റേഞ്ച് ഈ സ്മാർട്ട് പാക്ക് അടക്കം നമുക്ക് ഈ വണ്ടിയുടെ പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര വിലക്കുറവിൽ ഈ ഒരു റേഞ്ചുള്ള വണ്ടി, ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് വളരെ നമ്മൾ എടുക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ആൾക്ക് വർത്താനേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് ഏകദേശം 1 lakh എക്സ്ഷോറൂം പ്രൈസ് വെച്ചിട്ടായിരുന്നല്ലോ, അത് ഇപ്പോൾ ആ ഓഫർ നിലവിലുണ്ടോ? നമുക്കിപ്പോൾ ഓഫർ നിലവിലില്ല. നമ്മൾ ആ ഓഫർ നമ്മളിതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ സമയത്തായിരുന്നു നമുക്ക് ആ ഓഫർ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ആ ഓഫർ പൊതുവെ തീർന്നിരിക്കുവാണ്. ഇപ്പം നമ്മൾ നോർമൽ ഓൺ റോഡ് പ്രൈസ്, നമ്മുടെ വണ്ടിയുടെ യഥാർത്ഥ ഓൺ റോഡ് വിലയിലാണ് നമുക്കിപ്പം വണ്ടി വിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടെയും നമുക്കിപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചുള്ള വണ്ടി, അതായത് ഒരു 120 ആയിക്കോട്ടെ 150 റേഞ്ചുള്ള വണ്ടിക്ക് ഈ ഒരു ഓൺ റോഡ് പ്രൈസ്, അതായത് 147 എന്ന് പറയുന്നത് അത്ര ഒരു ഹ്യൂജ് എമൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മറ്റ് മാർക്കറ്റിലുള്ള മറ്റ് ഇലക്ട്രിക് ബൈക്കുകളെ നോക്കുമ്പം അതിനപേക്ഷിച്ച് ഇത്ര വിലക്കുറവിൽ ഇത്ര നല്ലൊരു വണ്ടി പൊതുവേ നമുക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്തുകൊണ്ടും വർത്തായിരിക്കും. ഓഫറിനിറങ്ങിയ മോഡൽസിൻ്റെ ഓൺ റോഡ് എത്ര പ്രൈസ് നമുക്ക്, അതായത് നമുക്കിതിനകത്ത് ബാറ്ററി പാക്ക് അടക്കം നമുക്ക് കസ്റ്റമേഴ്സിന് ഏകദേശം 130 ആയിട്ടുള്ളൂ. 130 ആയിട്ടില്ല, 125 128 ആയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ സ്മാർട്ട് പാക്ക് ഒന്നും എടുത്ത കസ്റ്റമേഴ്സിന്, നോർമലായിട്ടൊരു വണ്ടി എടുത്ത ഒരു കസ്റ്റമേഴ്സിന് ഏകദേശം 120 അവർക്ക് ഓൺ റോഡ് പ്രൈസ് ആയിട്ടുള്ളൂ. ഇതിനിപ്പം 3 റൈഡിംഗ് മോഡൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, അതെ. ഈ സ്മാർട്ട് പാക്ക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എക്സ്ട്രാ റൈഡിംഗ് മോഡ് ആഡ് ഓൺ. അതെ. ഇതിൻ്റെ ഈ ഏകദേശം റേഞ്ച് വ്യത്യാസം എങ്ങനെയാണെന്നൊന്ന് പറയാം. നമുക്കിതിനകത്ത് പ്രധാനമായിട്ടും 3 മോഡ്, റിവേഴ്സ് മോഡ് അടക്കം നമുക്കിപ്പോൾ 4 മോഡുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ മോഡ് എക്കോ മോഡാണ്. എക്കോ മോഡിൽ നമുക്ക് ഏകദേശം ഒരു 45 മൈൽ സ്പീഡാണ് വണ്ടിക്ക് കിട്ടുന്നത്, മാക്സിമം 45. അപ്പോൾ ഈ എക്കോ മോഡിൽ നമുക്ക് ഏകദേശം ഒരു 120 റേഞ്ച് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടും. ഇനി അതിൻ്റെ തന്നെ രണ്ടാമത്തെ മോഡ്, അതായത് സിറ്റി മോഡെന്ന് പറയും. സിറ്റി മോഡിൽ നമുക്ക് ഒരു 65-68 മൈൽ സ്പീഡിൽ വരെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. വണ്ടി നമുക്ക് 65 നമുക്ക് കിട്ടും. അതിന് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് 100 കിലോമീറ്റർ റേഞ്ച് ഈ വണ്ടിക്കകത്ത് കിട്ടും. ലാസ്റ്റ് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഹവോക്ക് എന്ന് പറഞ്ഞൊരു മോഡാണ്. ഹവോക്കിൽ നമുക്ക് ഏകദേശം 100 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടും. അപ്പോൾ നമുക്കതിന് ഏകദേശം 70 കിലോമീറ്ററോളം നമുക്ക് റേഞ്ച് വണ്ടിക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് IQ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ, അതായത് അതൊരു മോഡാണ്. ആ മോഡ് കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്, പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്കത് അതുകൂടെ നമ്മൾ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 150 അല്ലെങ്കിൽ ഒരു 140 150 റേഞ്ച് നമുക്ക് വണ്ടിയിൽ കിട്ടും. അതിന് ആ ഒരു മോഡ് പർച്ചേസ് ചെയ്ത് അതിൽ ഓടിക്കുമ്പോൾ അതിന് കിട്ടുന്ന മാക്സിമം സ്പീഡ് എത്ര വരെ പോകാൻ പറ്റും? നമുക്കൊരു 50 കിലോമീറ്റർ സ്പീഡിൽ വരെ നമുക്ക് പോകാൻ പറ്റും. അതായത് ഒരു നോർമൽ സ്പീഡിൽ നമുക്ക് എക്കോ മോഡിൽ പോയി കഴിഞ്ഞാൽ 40 കിലോമീറ്റർ 45 കിലോമീറ്റർ സ്പീഡ്, എക്കോ മോഡിനേക്കാളും കുറച്ചുകൂടെ വേഗതയിൽ നമുക്ക് പോകാനും പറ്റും. നമുക്ക് റേഞ്ച് കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. സോ ഇതിൻ്റെ മുന്നത്തെ മോഡലായിട്ടുള്ള ഒബൻറോർ EZ സിഗ്മയും EZ ആ ഒരു മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സ്റ്റോറേജ് സ്പേസിന് എന്തൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്? ഇപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ പഴയ വണ്ടിയെടുത്ത ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം എന്തൊക്കെയാണോ അതിൻ്റെ പോരായ്മകൾ അവർ പറഞ്ഞത് അത് പരിഹരിച്ചുകൊണ്ടാണ് ഒബൻ നമുക്കിപ്പോൾ പുതിയ ഈ ഇവോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്പേസ് വരുന്നത്. സ്പേസ് നമ്മൾ സിഗ്മയെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി സ്പേസ് നമുക്ക് ഇവോയ്ക്ക് കൂടുതലാണ്.
ഫ്രണ്ടിലത്തെ ടാങ്ക് ഏകദേശം സിഗ്മയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇച്ചിരി കമ്പാരിറ്റീവ്ലി നമുക്കൊരു അത്യാവശ്യം സ്പേസ് ഉള്ളത്. ഇലക്ട്രിക് ബൈക്കിന് കൊടുക്കാൻ പറ്റുന്ന ഏകദേശം ഒരു നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് അവർ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചാർജർ വെക്കാൻ സീറ്റിൻ്റെ അടിയിൽ നമുക്ക് ഇതിൻ്റെ ചാർജറും കൂടെ അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനുകളിൽ നമ്മൾ വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ കൂടെ നമ്മൾ ചാർജർ എക്സ്ട്രാ ക്യാരി ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ സീറ്റിനകത്ത് തന്നെ നമുക്ക് ചാർജർ വെക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് സീറ്റിനകത്ത് നമ്മുടെ ചാർജർ ക്യാരി ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മുടെ നോർമൽ 15 ആമ്പിൻ്റെ പ്ലഗിൽ കണക്ട് ചെയ്താൽ മതിയല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് വെച്ചാൽ ഇപ്പം ബാക്കിയുള്ള EV ആണെങ്കിൽ നോർമൽ ബൈക്കാണ്, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ബൈക്കിലാണെങ്കിലും കാണുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ കണ്ടേക്കുന്നത് ഈ ഒരു വണ്ടിക്ക്. ഈ വണ്ടിക്കും പഴയ സിഗ്മയ്ക്കും ഞാൻ കണ്ടിട്ടുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലപോലെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ്? നമുക്കിപ്പം നമ്മൾ ബാറ്ററി വണ്ടികൾക്ക് പൊതുവെ എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം? കാരണം നമ്മളിപ്പോൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ റോഡിൻ്റെ രീതി നമുക്കിപ്പം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹമ്പോ കാര്യങ്ങളൊക്കെ കയറുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ആവുമ്പോൾ നമ്മളൊരു സേഫായിട്ട് നമ്മൾ ഒരു സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പം എത്ര വേരിയൻസ് വരുന്നുണ്ട്? പിന്നെ കളർ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? നമുക്കിതിപ്പം ഇവോയ്ക്ക് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. പക്ഷേ നമുക്ക് 4 കളർ വേരിയൻ്റ് ഈ വണ്ടിക്കുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ന്യൂട്രൺ ബ്ലൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ബ്ലാക്ക് ഉണ്ട്, പൾസ് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ 4 കളർ വേരിയൻ്റാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഈ കളർ മാറുന്നതനുസരിച്ച് പ്രൈസിന് ഇല്ല, പ്രൈസ് ചേഞ്ച് ഇല്ല. നമുക്ക് ഈ 4 കളറുകൾക്ക് ഒരേ പ്രൈസ് തന്നെയാണ്. ഇത് നമ്മുടെ ഒബൻഡോറിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഒബൻഡോർ EZ എന്ന് പറഞ്ഞുള്ള മോഡലാണ്. ഇത് സിഗ്മയല്ലേ? ഈസി സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പം ഈ മോഡലിന് പ്രൈസൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ കറണ്ട് പ്രൈസ്? നമുക്കിതിൻ്റെ ആക്ച്വൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 165 165 ഓൺ റോഡ് പ്രൈസ്. അതെ അതെ. 4.4 kW ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 7 kW മോട്ടറാണ് വരുന്നത്. പിന്നെ വണ്ടി ബെൽ ഡ്രൈവ് ആണ്. നമുക്ക് ലോ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആണ് വണ്ടി. പിന്നെ മറ്റതിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിന് ഇച്ചിരി കൂടെ സ്പേസ് കുറവാണ്. ടാങ്ക് മോഡിലുള്ള സ്പേസ് കുറവാണ്. പിന്നെ നമുക്ക് ഇതിനകത്തും ഈ പറഞ്ഞതുപോലെ 3 മോഡാണുള്ളത്. എക്കോ, സിറ്റി, ഹവോക്ക് എന്ന് പറഞ്ഞ 3 മോഡാണുള്ളത്. ഇതിൻ്റെ റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ റേഞ്ച് നമുക്ക് 140 ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അതായത് കസ്റ്റമറിൻ്റെ നമ്മൾ IDC അല്ല, IDC നമ്മൾ 170 പറയുന്നത്. ഇവോയ്ക്ക് 180 IDC പറയുന്നത്, ഇതിന് 170. അപ്പം ഇത് നമ്മൾ കസ്റ്റമർ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 140, അതായത് റിയൽ റേഞ്ചാണ് 140. കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ള അവർക്ക് കിട്ടുന്ന റേഞ്ച് അതെ അതെ 140 ഈ വണ്ടിക്ക് കിട്ടുന്നത്. ഇതിനിപ്പോൾ 2 മോഡൽസ് അല്ലേ വരുന്നത്? അതെ അതെ. ഈസി ഉണ്ടായിരുന്നു, ഈസി സിഗ്മ ഉണ്ടായിരുന്നു. ഈസി ഇപ്പം നമുക്ക് പൊതുവെ മാനുഫാക്ചറിങ് ഇല്ല. ഈസി സിഗ്മ നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇവോ വന്നതുകൊണ്ട് നമ്മളിത് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് വരുന്നതനുസരിച്ചാണ് നമ്മൾ ഈ വണ്ടി ബുക്കിംഗ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഡെലിവറി. അതെ അതെ. നമുക്ക് വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ബുക്കിംഗ് നല്ല ഹൈ ആയിട്ട് നിൽക്കുമെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇതുകൊണ്ട് ഡെലിവറിക്ക് ഏകദേശം അത്യാവശ്യം ഡിലേ വരുന്നുണ്ടോ? നമുക്കിപ്പം നമ്മുടെ ഷോറൂമിൽ ഡെലിവറിക്ക് വരുന്നില്ല. നമ്മൾ മാക്സിമം തന്നെ എത്രയും നേരത്തെ ആക്കാവോ അത്രയും നേരത്തെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഇവോയ്ക്കിപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഇതിലുള്ളതാണ് നമുക്കൊരു ബുക്കിംഗ്, അതായത് ഒരു ന്യൂലി ഒരു വണ്ടി ലോഞ്ച് ചെയ്യുമ്പം നമ്മൾ ബുക്കിംഗ് ഓൾമോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഈ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ്, ആദ്യം ഫുൾ പേയ്മെൻറ്റ് ചെയ്ത കസ്റ്റമേഴ്സിന് നമ്മൾ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് നേരത്തെ വണ്ടി കൊടുത്തു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പം നമ്മൾ ബുക്കിംഗ് ബാക്കിയുള്ള പ്രൊസീജിയറോ കാര്യങ്ങളോ ഇതൊന്നും ഡെലിവറി ഒന്നും നമ്മൾ ഡിലേ ആക്കുന്നില്ല. ഓക്കെ. ഇപ്പം ഇവോ അല്ലെങ്കിൽ ഇപ്പോൾ EZ സിഗ്മ നമ്മൾ ബുക്ക് ചെയ്താൽ ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട് ഡെലിവറി? നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 7 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 7 വർക്കിംഗ് ഡേയ്സ്, അതായത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിനിപ്പോൾ ഈ വണ്ടീനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും. നമ്മൾ ഈ വണ്ടിയുടെ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഈ വണ്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതിനകത്ത് താഴെ കൊടുക്കുന്ന കോൺടാക്റ്റിൽ കണക്ട് ചെയ്താലും മതി. അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരായിരിക്കും. സോ